ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചോദ്യം ചോദിക്കുന്നത് മൈത്രാനോടാണ്, യുക്തിവാദിയായ മൈത്രാനോട്. എന്താ ചോദിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. 2 വട്ടം ഇത് ഞാൻ കേൾപ്പിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ചോദിക്കുന്ന ചോദ്യം, മനുഷ്യൻ എങ്ങനെ കുരങ്ങിൽ നിന്നുണ്ടായി? കുരങ്ങ് ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. എന്റെ വിഷയം തന്നെ മൈത്രാനോട് ഇതേ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു. അത് എൻ്റെ 1ാം ഭാഗമായ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആദിമ മനുഷ്യനായ ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണല്ലോ മനുഷ്യൻ പെരുകിയിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് നിങ്ങൾ അഭിപ്രായം എന്താണ് എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. ആരോട്? മൈത്രാൻ. യുക്തിവാദിയായ മൈത്രാൻ എല്ലാ യുക്തിവാദികളും പറയുന്നത് പോലെ തന്നെ ഉരുണ്ട് കളിച്ചുകൊണ്ട് അത് അങ്ങനെയൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയണം, അത് ചുമ്മാ പറയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാണ്ട് പിന്നെ മൂപ്പര് സ്ഥാപിക്കുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യന് ഉണ്ടായതെന്നാണ്. അതിന് യാതൊരു മടിയുമില്ല, ഒരു ലജ്ജയുമില്ല. എന്താ കാരണം? ഡാർവിന്റെ സിദ്ധാന്തമാണ്. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം എന്താണ് പഠിപ്പിക്കുന്നത്? കുരങ്ങിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യൻ എന്നാണ്. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കേൾക്കുക. ചോദ്യം ചോദിക്കുന്നത് കുരങ്ങ് ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി? വളരെ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ്. അതിന് മറുപടി ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡാർവിൻ സഹിതം വിഷമിച്ച ഒരു പ്രശ്നം, നമ്മൾ വളരെ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ്. അവരുടെ ഇടയിൽ വേണം നമുക്ക് ഈ എവല്യൂഷൻ, ഈ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയേണ്ടത്. പരിണമിച്ച് മനുഷ്യനായി എന്ന് പറയേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അത്. മനുഷ്യനാണ് ഇവിടെ ഉള്ളത്, ബാക്കിയൊക്കെ മൃഗങ്ങളാണ്. ഇങ്ങനെ കാര്യങ്ങൾ വിചാരിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ വേണം ഈ വിഷയം പറയാൻ. എവല്യൂഷൻ പറയാനായിട്ട് ശ്രമിക്കുന്നവർ കുരങ്ങൻ എങ്ങനെ മനുഷ്യനായി? ഡാർവിൻ സഹിതം വിഷമിച്ച ഒരു പ്രശ്നം, ഡാർവിൻ സഹിതം വിഷമിച്ച വിഷയമാണ് വിചാരിക്കുന്ന ഒരു ജീവിയാണ്. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വിഷമിക്കും. ഈ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയേണ്ടത്. പരിണമിച്ച് ഒന്നും കൂടി മനുഷ്യനായി എന്ന് കുരങ്ങൻ എങ്ങനെ മനുഷ്യനായി? ഡാർവിൻ സഹിതം വിഷമിച്ച ഒരു പ്രശ്നം, നമ്മൾ വളരെ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന. ഡാർവിൻ സഹിതം വിഷമിച്ചൊരു വിഷയമാണ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ ഫലിപ്പിക്കാൻ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ബാക്കി കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടു. ചാൾസ് ഡാർവിനെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും, അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ക്രിസ്തുമത വിശ്വാസികളായ കുടുംബമാണ്. എന്നാൽ ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ പിതാവിനും അദ്ദേഹത്തിന്റെ മുത്തച്ഛനൊന്നും എന്തില്ല? വിശ്വാസമില്ല. എന്തിൽ വിശ്വാസമില്ല? ക്രിസ്തുമതത്തിൽ വിശ്വാസമില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദി യുക്തിവാദികളാണ് അവർ. അപ്പൊ അവർക്ക് മതമില്ലാത്തത് കൊണ്ട്, ദൈവമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് യുക്തിവാദികൾ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്നും മനുഷ്യനാണെങ്കിൽ പരിണമിച്ചുണ്ടായതാണെന്നും അതും കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്നാണ് പറയുന്നത്. എന്നാ ഈ ബുദ്ധി ഇവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാലോ. എങ്ങനെ? കുരങ്ങ് ആദ്യം അവിടെ സൃഷ്ടിയായിട്ടുണ്ടല്ലോ. കുരങ്ങ് എന്ന പറയുന്ന ഒരു സൃഷ്ടി ഇവിടെ ഉണ്ട്. ആ സൃഷ്ടിയിൽ നിന്ന് പരിണമിച്ച് മനുഷ്യൻ ഇടങ്ങേറായി ഉണ്ടാകേണ്ട ആവശ്യം എന്താ? ഇനി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ കുരങ്ങ് അപ്പോഴും ഉണ്ട്, ഇന്നുണ്ട്, അന്നുണ്ട്. ആ ചോദ്യമാണ് ഇപ്പൊ ഇതിലും ചോദിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ക്രിസ്തുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും വിശ്വസിക്കുന്നത് മനുഷ്യൻ ആദമിലൂടെയാണല്ലോ ഉണ്ടായിട്ടുള്ളത് എന്നാണല്ലോ ഇസ്ലാം മതവിശ്വാസം. അതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈത്രാനോട് ഈ ചോദ്യം ചോദിക്കുന്നതും ആ വീഡിയോ ഞാൻ കാണാൻ ഇടയാവുന്നതും. അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസം എന്താണ് എന്ന് പറഞ്ഞു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, മലക്കുകളെ സൃഷ്ടിച്ചു, ജിന്നുകളെ സൃഷ്ടിച്ചു.
ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു എല്ലാം വളരെ കൃത്യവും വ്യക്തവുമായി പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ 1, 2, 3, 4 വീഡിയോയിൽ ആദം എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത് എന്ന രംഗം സൂറത്തുൽ ബഖറ 30-ാമത്തെ വചനം മുതലാണ് ഞാൻ പാരായണം ചെയ്ത് അത് വിശദീകരിക്കുന്നത്. നിങ്ങളും ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്. സംശയം ഉണ്ടാവുകയില്ല. കുരങ്ങാണ് മനുഷ്യനെന്ന് നമ്മൾ എന്തായിരുന്നാലും നമ്മളെ മനസ്സിൽ നിന്ന് ആ സംഗതി പോകും. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. എൻ്റെ ആദ്യത്തെ വീഡിയോ, 2-ാമത്തെ, 3-ാമത്തിലൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഈ മനുഷ്യൻ എന്നൊരു വിഷയത്തിനെ പരിപൂർണമായിട്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു തന്നാലാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൗത്യം, മനുഷ്യന്റെ ധർമ്മം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദമിനെ സൃഷ്ടിക്കുകയും ആദമിനെ സൃഷ്ടിച്ചതിന്റെ ശേഷം ആദമിന് എല്ലാ നാമങ്ങളും പറഞ്ഞു കൊടുക്കുകയും ആ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ അള്ളാഹു പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കാം അങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കോ. ഇന്ന് ഇന്റർനെറ്റ് സയൻസ് വികസിച്ച ഒരു സമയമാണ്, അംഗീകരിക്കാതെക്കാൻ പറ്റൂല. അപ്പോൾ സയൻസ് അംഗീകരിക്കും. സയൻസ് ഹലാലായ വസ്തുക്കൾക്കൊക്കെ സയൻസ് അംഗീകരിക്കും. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, ഡോക്ടർമാർ പഠിക്കുന്നതിനെ സംബന്ധിച്ച്, ഇതൊക്കെ സയൻസിൽ വന്ന കാര്യങ്ങളും സയൻസ് കൊണ്ട് തെളിഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ്, യാതൊരുവിധ സംശയമില്ല. എന്നാൽ സൃഷ്ടികർത്താവ്, പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്വയം ഉണ്ടായതാണ്, പരിണമിച്ചുണ്ടായതാണ്, പരലോകമില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ സയൻസിന് മാറ്റിവെക്കും. അത്രയേ ഉള്ളൂ. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് രണ്ടിനും ഉപയോഗിക്കാം, നന്മക്ക് ഉപയോഗിക്കാം, തിന്മക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഒരു ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതാണ്, മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷനിൽ മനുഷ്യന് ആവശ്യമില്ല മരുന്നാണ് ശരീരത്തേക്ക് കയറ്റണമെങ്കിൽ അത് ഹലാലാണ്. അതേ ഇഞ്ചക്ഷനിൽ ലഹരിയാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എങ്കിൽ അത് ഹറാമാണ്. ഒരേ ഇഞ്ചക്ഷൻ ഒരേ സംഗതിക്ക് ഉപയോഗിക്കുമ്പോൾ രണ്ട് സംഗതിയായിട്ട് അവിടെ മാറുന്നു. ഒന്ന് ഹലാലാകുന്നു, ഒന്ന് ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ഒരു തെറ്റും ഒരു ശരിയുണ്ട്. ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും ഫോളോ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. മരിക്കുന്നത് വരെ, ജനിച്ച് മരിക്കുന്നത് വരെ ഈ ഹലാലും ഹറാമും മാത്രം ഫോളോ ചെയ്യണം. എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾ ആദമിനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നിങ്ങൾ വായിച്ചിങ്ങനെ പോരുകയാണെങ്കിൽ ആ സൃഷ്ടിപ്പിലൂടെ നമുക്ക് മനസ്സിലാകും ഈ മനുഷ്യന് എന്തെല്ലാം പരിശീലനങ്ങളാണ് അള്ളാഹു ഈ മനുഷ്യന് കൊടുക്കുന്നത് എന്ന്. നിങ്ങൾ കാണുക, ആദമിന് പറഞ്ഞു കൊടുത്തു, മലക്കുകൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് മലക്കുകൾക്ക് അത് അറിയില്ല. അപ്പൊ ഇതിന്റെ മുമ്പിലെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ വീഡിയോ നീണ്ടുപോകും. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്, അങ്ങനെ ഈ മലക്കുകളെയും ജിന്നിന്റെയും മുന്നിൽ വെച്ചിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ആദമിന് ശ്രേഷ്ഠത ഉണ്ട്. ആദമിന് മലക്കുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ ആദമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്ന് സൃഷ്ടികളാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ നുണ പറയില്ല, അവർ ഒരിക്കലും കളവ് പറയില്ല, ഒന്നും ചെയ്യൂല. മനുഷ്യൻ അങ്ങനെയല്ല. തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിനെ ആണെങ്കിൽ തെറ്റിനെ ഫോളോ ചെയ്യാൻ പറ്റും, ശരിയാണെങ്കിൽ ശരിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ മലക്കുകളോടും ജിന്നുകളോടും പറഞ്ഞു, എന്ത്? നിങ്ങൾ ആദമിന് പ്രണമിക്കുക. അത് പറയുന്നത് വൈദ് കുൽനാലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കളോട് പറഞ്ഞ സന്ദർഭം അറിയുക. ആരോട്? നബിനോട് പറയാണ്. ആദമിന് നിങ്ങൾ പ്രണമിക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു. ആര്? മലക്കുകൾ പ്രണമിച്ചു. ഏത് രൂപത്തിലാണോ പറഞ്ഞത് ആ രൂപത്തിൽ പ്രണമിച്ചു. എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ട ഒരു രൂപം അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. ആ രൂപത്തിൽ അവർ അത് ചെയ്തു.
സുജൂദ് ചെയ്തു. സുജൂദ് ഏത് രൂപത്തിലാ നമുക്കറിയില്ല. ഇന്ന് മുസ്ലിങ്ങൾ നെറ്റിത്തടം ഭൂമിയിൽ കുത്തിക്കൊണ്ട് എല്ലാ നിലക്കും സുജൂദ് ചെയ്യുന്ന അതേ രീതിയാണോ, അതോ ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയാണോ, ഒന്നും നമുക്കറിയില്ല. ഖുർആൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതിന്റെ ആവശ്യമല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു സംഗതി നടത്താൻ വേണ്ടി പറഞ്ഞു, അത് അവർ നടത്തി. അതിൽ ഇബിലീസ് ഒഴികെ, ഇബിലീസ് എന്ന് പറയുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബിലീസ് മാറി നിന്നു തന്നെ ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞു. അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികൾ പെട്ടവനായി തീർന്നു. എന്ന് പറഞ്ഞാൽ അവനും ഇതേപോലെ സ്വതന്ത്രമായിട്ട് നീ ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിസമ്മതിച്ചു. അപ്പോൾ എന്താണ് അവിടെ വിസമ്മതിക്കുന്നത്? കാഫിറാകണം. എന്താണ്? സത്യത്തിൽ അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പനകൾക്ക് വിരുദ്ധമായി ആര് തന്നെ ചെയ്താലും, മൂല്യമാര് ചെയ്താലും, പണ്ഡിതന്മാര് ചെയ്താലും, ആര് ചെയ്താലും അത് സത്യനിഷേധമാണ്. അതിന് ശിക്ഷ നാളെ പരലോകത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്. രണ്ടാമത്, وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَٰذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. ആദമിനോടും ഹവ്വാനോടും, ആദമിനെ ഉണ്ടാക്കി ആദമിന് ഇണയായിക്കൊണ്ട് ഒരു പെണ്ണിനെയും സൃഷ്ടിച്ചു കൊടുത്തു. അവരുടെ പേരാണ് ഹവ്വ. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ആദമേ നീയും നിന്റെ ഇണയും, ഇത് അള്ളാഹുവിന് അറിയാം ഒരു ഇണ വേണം ഒരു മനുഷ്യന് എന്ന് സൃഷ്ടാവിനറിയാം. ആ സൃഷ്ടാവ് ആണിനെ തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇണയാക്കി കൊടുത്ത്. ആണിന് പെണ്ണാണ് ഇണ. എന്തിന്? ഈ മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യനെ ആദമിനുണ്ടാക്കി ആദമിന് പെണ്ണും കൂടി കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് ഈ രണ്ട് കൂടെ മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകുക. അതുകൊണ്ടാണ് മലക്കുകളോട് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ നടപടി ക്രമമാണ് ആണും പെണ്ണും. ആണിനെയും ഉണ്ടാക്കി ആണിന് പെണ്ണിനെയും സൃഷ്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. അപ്പൊ തിന്നിണിയും കുടിക്കണിയും സ്വഭാവമുള്ളവരാണ് മനുഷ്യൻ എന്ന് അള്ളാഹു ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഈ സ്വർഗത്തിലേക്ക് പോകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിൽ നിന്ന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അഥവാ സമീപിച്ചു പോയാൽ എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമികാരികളായി തീരും എന്നും ഞാൻ ആജ്ഞാപിച്ചു. അല്ലാഹു തആല പറയാണ്, ആദമേ നീയും നിന്റെ ഇണയും നിങ്ങൾ രണ്ടുപേരും ഈ സ്വർഗത്തിൽ താമസിക്കുക. എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ എല്ലാ ഒരു നിങ്ങൾക്ക് ഒരു വിലക്കുമില്ല, എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ ഈ ഒരു വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. ഇതിലുണ്ടാകുന്ന കായ്കനികൾ നിങ്ങൾ തിന്നരുത്. അപ്പൊ അവിടെ എന്താണ്? തിന്നരുത് എന്ന് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാണ്. അത് കൽപ്പനയാണ്. തിന്നരുത്. ഞാൻ പറയുന്നു നിങ്ങൾ അത് ചെയ്യരുത്. അപ്പൊ ചെയ്യാൻ പാടില്ല. ചെയ്യാൻ കഴിയൂലേ? ചെയ്യാൻ കഴിയും. ചെയ്യാനുള്ള കഴിവ് കൊടുത്തു, ശക്തി കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ടാ പറയുന്നത് ചെയ്യരുത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. വീഡിയോ നീണ്ടുപോകുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക കാര്യം. അടുത്ത വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുക. ബഹുമാനമുള്ള സഹോദരന്മാരെ, മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന് സ്വതന്ത്രമായിട്ടുള്ള കഴിവ് അല്ല കൊടുത്തിട്ടാണ്. എല്ലാ സംഗതിക്കുള്ള കഴിവ് കൊടുത്തിട്ട് അവരെ മുന്നിൽ വഴിവെച്ചു. നിങ്ങൾക്ക് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ചെയ്യരുത്, ചെയ്യണം എന്ന് പറഞ്ഞ സംഗതി ചെയ്യണം. ഈ രണ്ട് കൽപ്പനയും പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഈ സൂറത്തിൽ ഇവിടെ കണ്ടത്. അടുത്ത സൂറത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുകയും അടുത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയത് അള്ളാഹു ആണ്. അള്ളാഹു ഉണ്ടാക്കിയത്, അതിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണ്. മനുഷ്യന് പല ദൗത്യങ്ങളും ലക്ഷ്യങ്ങളും അള്ളാഹുവിന് ഈ ഭൂമിയിലുണ്ട്. അത് മനസ്സിലാക്കുക. മനുഷ്യൻ പെണ്ണിനെയും ആണിനെയും അല്ല സൃഷ്ടിച്ചത്. ആണിന് പെണ്ണിനെയും
പെണ്ണിനാണിനെയുമാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് തുടക്കം തന്നെ മനസ്സിലാക്കുക. സത്യനിഷേധികളാകാതിരിക്കുക, യുക്തിവാദികളാകാതിരിക്കുക, ബുദ്ധിശൂന്യതയിലേക്ക് പോകാതിരിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുക, ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ തുടർന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നീണ്ടുപോകുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിർത്തുന്നത്. അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.